പാലക്കാട് എം.എൽ.എയും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. 2 യുവതികൾ ഗർഭഛിദ്രത്തിന് വിധേയരായതായാണ് പുറത്തുവരുന്ന വിവരം. ആദ്യ ഗർഭഛിദ്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചുവെന്നും വിവരമുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് ഗർഭഛിദ്രം നടന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. അന്വേഷണ സംഘം ഗർഭഛിദ്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടാരും പരാതി നൽകിയിട്ടില്ല. അതിനാൽ തന്നെ അത്തരത്തിലൊരു കേസെടുക്കുവാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല. പരാതിക്കാരെ കണ്ടെത്തുകയും പരാതി നൽകുന്നത് സംബന്ധിച്ച് അന്വേഷിക്കുവാനും ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. പരാതിയില്ലെങ്കിൽ അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി നിയമ നടപടികൾ അവസാനിപ്പിച്ചേക്കും. അതിനു പുറമെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങി അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ടു പോകും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ പരാതി നൽകിയ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയെന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പരാതിപ്പെട്ട അഭിഭാഷകനിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. പരാതി നൽകിയിരുന്ന കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹഫീസിൽ നിന്ന് നേരത്തെ മൊഴിയെടുത്തിരുന്നു. ആരോപണം ഉന്നയിച്ചവർ ആരും ഇതുവരെ നേരിട്ട പരാതികൾ നൽകിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും. റെക്കോർഡ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിക് മാധ്യമം ആരോപണമുന്നയിച്ച യുവതിയുടെ പക്കലാണെങ്കിൽ അത് പരിശോധനയ്ക്ക് ലഭ്യമാക്കാനാകില്ല. അവർ പരാതിക്കാരിയല്ലാത്തതാണ് കാരണം. അതിനിടെ ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് സ്പീക്കറെ അറിയിക്കുവാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് നീക്കം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പ്രതിയെന്ന റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് സ്പീക്കർ A.N. ഷംസീർ പറഞ്ഞു. അംഗങ്ങൾ സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല. രാഹുലിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യം തനിക്ക് പറയാനാവില്ലെന്നും സ്പീക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതുവരെ ഒരു റിപ്പോർട്ടും എനിക്ക് ലഭിച്ചിട്ടില്ല. അല്ല, സഭയിൽ എത്തേണ്ട അതറിയത് അദ്ദേഹമാണല്ലോ തീരുമാനിക്കേണ്ടത്. സഭയിൽ അദ്ദേഹത്തിന് വലിയ തടസ്സങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അല്ല, അതിപ്പോൾ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അല്ല, അംഗത്തിന് സഭയിൽ വേറെ ഒരു തടസ്സവും ഇല്ല. ഓക്കെ.